ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പ്രത്യേകമാണ്. കാരണം ഈ വർഷം എന്താ ട്രെൻഡ് എന്നൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഡേ കൂടി ഇന്നത്തെ ദിവസമായിരിക്കും. അതെ, എങ്ങനെയായിരിക്കും എക്സാം? ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് ഏതാ? ട്രെൻഡ് എന്താ? ഏതാണ് കൂടുതൽ ചോദിക്കുക, ഓരോ ഏരിയന്നും ഏതാണ്, ഓരോ സബ്ജക്ട് ഏത് ഏരിയ എന്നാണ് കൂടുതൽ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് വരുന്ന കുട്ടികളോട് ചോദിക്കാനുണ്ട്. കുട്ടികൾ ഏത് മെന്റാലിറ്റിയിലാണ് വരുന്നത് അവരോട് തന്നെ ചോദിക്കാം. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് സെറ്റ് ആക്കാം. എക്സാം പിന്നെ ഏതാണ് കൂടുതൽ ടഫ് ഉണ്ടായത്? കെമിസ്ട്രി കുറച്ച് വട്ടം തിരിച്ചു. കെമിസ്ട്രി കുറച്ചൊന്ന് ഫിസിക്സ് സിമ്പിൾ ആയിരുന്നു. കെമിസ്ട്രി പാടായിരുന്നു. മാത്സോ നോക്കിയിട്ടില്ല. ഓവറോൾ ഒന്ന് സ്കെയിൽ ആണെങ്കിൽ ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് ഏത് കാറ്റഗറിയിലാണ് വരിക? ആവറേജ് ലെവലാണ്. കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ മാത്സ് ആണോ ഏറ്റവും ഡിഫിക്കൽട്ട് തോന്നിയത്? മാത്സ് ആണ് ഡിഫിക്കൽട്ട്. പിന്നെ എങ്ങനെയാണ് എക്സാം? എക്സാം എനിക്ക് ഒരു നീറ്റ് സ്റ്റുഡന്റ് സംബന്ധിച്ച് മോഡറേറ്റ് ആണ്. ഫിസിക്സിന് ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വെച്ചത്? +1 ടോപ്പിക് കുറച്ചധികം ചോദിച്ചായിരുന്നു. +1 ടോപ്പിക് ആണോ വെച്ചത്? വിചാരിച്ചതിനേക്കാളും കൂടുതൽ ചോദിച്ചായിരുന്നു ഫിസിക്സ് എളുപ്പമായിരുന്നു. ഇതാണ് ഓക്കെ. അപ്പോൾ കെമിസ്ട്രി സാധാരണ കെമിസ്ട്രി എടുക്കുന്നല്ലേ പറയുന്നത്? കുഴപ്പമില്ല. ഒരു ഓൺ സ്കെയിൽ ഓഫ് 10 എത്രത്തോളം ഡിഫിക്കൽട്ട് എന്ന് പറയാം? ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ വെച്ചിട്ട് ഏതാണ് കുറേണ്ടത്? കെമിസ്ട്രിയിലും ഫിസിക്സിലും ഈസി ആയിരുന്നു. ഏതാ കൂടുതൽ ഈസി? ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഈസി ആണ്. ഓക്കേ, പിന്നെ കെമിസ്ട്രി ഓർഗാനിക് ആണ് കൂടുതൽ? ഫുൾ ഓർഗാനിക്, അധികം ഓർഗാനിക് ആണ് വെച്ചത്. നല്ലോണം പഠിച്ചിട്ട് ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് എങ്ങനെ വരിക ഒരു കാറ്റഗറിയിൽ? മീഡിയം ലെവലാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ? കുറച്ച്, പക്ഷേ ബാക്കിയൊക്കെ അല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കോൺസെപ്റ്റുവൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഏതാ? കെമിസ്ട്രി ആണ് ഈസി. പേര് നമ്മളെ തീർത്ത എക്സാം എങ്ങനെയായിരുന്നു? കുറച്ച് ടഫ് ആയിരുന്നു. വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഒന്നും അങ്ങനെ കണ്ടില്ല. ചെറിയ ചാപ്റ്റർ കുറെ ക്വസ്റ്റ്യൻസ്. എവിടുന്നാണ് കൂടുതൽ ചോദിച്ചത്? കൈനറ്റിക്സ് എന്നൊക്കെ കുറെ കണ്ടു. കൈനറ്റിക് തിയറി അങ്ങനെയൊക്കെ. കൈനറ്റിക് തിയറി ഫിസിക്സിൽ നമ്മുടെ ആദ്യത്തെ എക്സാം കഴിഞ്ഞത്, അതായത് ഫേസ് 1-ലെ ഷിഫ്റ്റ് 1-ലെ ചോദ്യപേപ്പറൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ നിലവിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? ഈസി ആയിരുന്നോ, മോഡറേറ്റ് ആണോ, ഡിഫിക്കൽട്ട് ആണോ? പൊതുവെ ഈസി ആയിരുന്നു. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് ഏതായിരുന്നു തവണ? കമ്പാരിറ്റീവ് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയിൽ ഇപ്പോൾ ഓർഗാനിക് ആയിരുന്നോ, ഇനോർഗാനിക് ആണോ, ഫിസിക്കൽ ആണോ, ഏതാണ് ഒരു കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് തോന്നിയത്? ഓർഗാനിക് എളുപ്പമായിരുന്നു. ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു അവിടെ വന്നതല്ല? എക്സാം ഇപ്പൊ തോന്നുന്നത് കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ. മാത്സ് കുറച്ച് ടഫായിരുന്നു. ഫിസിക്സ് അപ്രോച്ച് ചെയ്യാൻ വരുവാണെങ്കിൽ കെമിസ്ട്രി കുഴപ്പമില്ല, അത്യാവശ്യം എളുപ്പമായിരുന്നു. എവിടുന്നാണ് കെമിസ്ട്രി കൂടുതൽ ചോദിച്ചത്? ഓർഗാനിക് ആണ് ചോദിച്ചത്. അപ്പൊ എനിവേ മോൻ സൈലത്തിന്റെ സ്റ്റുഡന്റ് ആണ്. ഏത് ബാച്ചായിരുന്നു? സൂപ്പർ കിങ്സിന്റെ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അപ്പൊ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്താ തോന്നിയ ഫീല്? കുറച്ചും കൂടി എക്സാംസ്, ഞാൻ മോക്ക് എക്സാംസ് അങ്ങനെ റെഗുലർ ആയിട്ട് എഴുതാറില്ലായിരുന്നു, പക്ഷെ അത് കുറച്ചും കൂടി എഴുതിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നി. ഓക്കെ, അപ്പൊ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഫേസ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു.